അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ക്ലാസ് 8 ഫിഖുൽ ഇസ്ലാമിലെ 8ാമത്തെ പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ശക്കു ഫി സ്വലാത്ത്. ഇസ്ലാം പ്രായോഗിക മതമാണ്. മറവി, സംശയം, പിശക്ക് മുതലായവ മനുഷ്യ സഹജമാണ്. അതിലെല്ലാം ഇസ്ലാം പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും നിസ്കാരത്തിൻ്റെ ഫർളുകളാണ്. നിസ്കരിക്കുന്നതിൻ്റെ നിയ്യത്തിലോ തക്ബീറത്തുൽ ഇഹ്റാമിലോ സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാകും. എന്നാൽ കൗലിയോ ഫീലിയോ ആയ ഒരു റുക്ന് ചെയ്യുന്നതിനു മുമ്പോ സമയം ദീർഘിക്കുന്നതിനു മുമ്പോ അവ ചെയ്തുവെന്ന് ഓർമ്മ വന്നാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. അതുപോലെ സലാമിന് ശേഷം ഇവയിൽ സംശയിച്ചാലും ചെയ്തതായി ഓർമ്മ വന്നില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. ഒരു റുക്ന് ചെയ്തോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ അത് ചെയ്യണം. അതിനാൽ ഫാത്തിഹ ഓതിയോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ ഫാത്തിഹ ഓതണം. റുക്ന് ചെയ്യുന്നതിനിടയിൽ അതിൻ്റെ അല്പത്തിൽ സംശയിച്ചാലും ഇതേ വിധി തന്നെയാണ്. ഉദാഹരണമായി, ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി ചൊല്ലിയോ എന്ന് സംശയിച്ചാൽ ബിസ്മിയും അതിനു ശേഷമുള്ളതും ഓതണം. എന്നാൽ അത് പൂർത്തിയാകുന്നതിനു ശേഷം ബിസ്മി ചൊല്ലിയോ എന്ന് സംശയിച്ചാൽ യാതൊരു കുഴപ്പവുമില്ല. ഒരാൾ സുജൂദ് ചെയ്തോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ ഉടൻ സുജൂദ് ചെയ്യണം. സുജൂദ് ചെയ്യുമ്പോൾ കൈ വെച്ചോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ ഉടനെ വെക്കണം. സുജൂദിന് ശേഷം ഇപ്രകാരം സംശയിച്ചാൽ പ്രശ്നമില്ല. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സലാം ഇവയല്ലാത്ത ഒരു റുക്നിൽ സലാമിന് ശേഷം സംശയിച്ചാൽ കുഴപ്പമില്ല. സലാമിന് ശേഷം ഷർത്തുകൾ വല്ലതും നഷ്ടപ്പെട്ടോ എന്ന് സംശയിച്ചാലും പ്രശ്നമില്ല. എന്നാൽ ഏതെങ്കിലും ഫർദ് നഷ്ടപ്പെട്ടെന്ന് സലാമിന് ശേഷം ഉറപ്പായാൽ ആ ഫർദ് നിർവഹിക്കുകയും ബാക്കിയുള്ളത് വീണ്ടെടുക്കുകയും വേണം. എന്നാൽ സമയം ദീർഘിക്കുകയോ നിസ്കാരം ബാത്തിലാവുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ നിസ്കാരം പുനരാരംഭിക്കണം. ഉദാഹരണം, സലാം വീട്ടുന്നതിനു ശേഷം ഒരു റക്അത്തിൽ ഫാത്തിഹ ഓതിയില്ല എന്ന് ഉറപ്പായാൽ ഉടനെ എഴുന്നേറ്റ് നിന്ന് ഫാത്തിഹ ഓതുകയും ശേഷം നിസ്കാരത്തിൻ്റെ ക്രമമനുസരിച്ച് റുക്കൂഅ്, ഇഅ്തിദാൽ തുടങ്ങിയവ ചെയ്ത് സലാം വീട്ടുകയും വേണം. ഇപ്രകാരം സംശയിക്കുന്നതെങ്കിൽ സംശയിച്ച റുക്നിലേക്ക് മടങ്ങരുത്. ഇമാമിൻ്റെ സലാമിന് ശേഷം ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതി. സുന്നത്തുകൾ ഒഴിവാക്കിയാൽ അതിലേക്ക് മടങ്ങാൻ പാടില്ല. മനഃപൂർവ്വം അങ്ങനെ മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. നമുക്ക് തദ്രിബാത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 1. മാസാ നഫ്അൽ. ക്വസ്റ്റ്യൻ 1. ഒരു റുക്ന് ചെയ്തോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ. ആൻസർ: നിയ്യത്തിലോ തക്ബീറത്തുൽ ഇഹ്റാമിലോ സംശയിച്ചാൽ ബാത്തിലാകും. അല്ലാത്ത റുക്നുകളിൽ സംശയിച്ചാൽ അത് ചെയ്യണം. ക്വസ്റ്റ്യൻ 2. ഫാത്തിഹ ഓതിയോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ. ആൻസർ: ഫാത്തിഹ ഓതണം. നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ 3. ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി ചൊല്ലിയോ എന്ന് സംശയിച്ചാൽ. ആൻസർ: ബിസ്മിയും അതിന് ശേഷമുള്ളതും ഓതണം. ക്വസ്റ്റ്യൻ 4. സുജൂദ് ചെയ്തോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ. ആൻസർ: ഉടൻ സുജൂദ് ചെയ്യണം. നിസ്കാരത്തിന് ശേഷം ആണെങ്കിൽ കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ 5. ഫർദ് നഷ്ടപ്പെട്ടെന്ന് സലാമിന് ശേഷം ഉറപ്പായാൽ. ആൻസർ: ആ ഫർദ് നിർവഹിക്കുകയും ബാക്കിയുള്ളത് വീണ്ടെടുക്കുകയും വേണം. എന്നാൽ സമയം ദീർഘിക്കുകയോ നിസ്കാരം ബാത്തിലാവുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ നിസ്കാരം പുനരാരംഭിക്കണം. 2. നുജീബ്. ക്വസ്റ്റ്യൻ 1. സലാമിന് ശേഷം സംശയിച്ചാൽ കുഴപ്പമില്ലാത്ത റുക്നുകൾ ഏതെല്ലാം? ആൻസർ: നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സലാം ഇവയല്ലാത്ത റുക്നുകൾ. ക്വസ്റ്റ്യൻ 2. സലാം വീട്ടിയ ശേഷം ഒരു റക്അത്തിൽ ഫാത്തിഹ ഓതിയില്ല എന്നുറപ്പായാൽ എന്തു ചെയ്യണം? ആൻസർ: ഫാത്തിഹ ഓതുകയും ശേഷം നിസ്കാരത്തിൻ്റെ ക്രമമനുസരിച്ച് ബാക്കി നിസ്കരിക്കുക. ക്വസ്റ്റ്യൻ 3. സുന്നത്ത് ഒഴിവാക്കി ഓർമ്മ വന്നപ്പോൾ മനഃപൂർവ്വം അതിലേക്കു മടങ്ങിയാൽ. ആൻസർ: നിസ്കാരം ബാത്തിലാകും. പ്രവർത്തനം 3. തഫ്സീർ. ക്വസ്റ്റ്യൻ 1. പാഠത്തിൽ പറഞ്ഞ മസാലകൾ ഓരോ ഉദാഹരണം വീതം കണ്ടെത്തുക. ആൻസർ: 1. ഒരാൾ നിസ്കാരം തുടങ്ങി നിയ്യത്ത് ചെയ്തോ എന്ന് സംശയിച്ചാൽ നിസ്കാരം ബാത്തിലായി. എന്നാൽ ഫാത്തിഹ തുടങ്ങുന്നതിനു മുമ്പ് ഓർമ്മ വന്നാൽ ബാത്തിലാകില്ല.
2. റുക്കോയിൽ ഒരാൾ സംശയിച്ചു, ഫാത്തിയ ഓതിയിട്ടുണ്ടോ എന്ന്. ഉടൻ ഫാത്തിയ ഓതണം, ബാക്കി തുടരണം. 3. നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ഒരാൾ നിയ്യത്തിലോ തക്ബീറത്തുൽ ഇഹ്റാമിലോ സംശയിച്ചാൽ മടക്കി നിസ്കരിക്കണം. ഇപ്പോൾ ഈ പാഠത്തിൻ്റെ എല്ലാ തദ്രിബാത്തും അവസാനിച്ചിട്ടുണ്ട്. കൂട്ടുകാർ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.